والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. സർവ്വതനായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ സ്വർഗീയ ലോകത്ത് നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ അമ്മമാർ, ബന്ധുമിത്രാദികൾ, ഉപ്പമാർ, ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ, ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, സർവ്വലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ശിഷ്ടകാല ജീവിതം അവൻ്റെ സന്തോഷത്തിനായി, അവൻ്റെ പൊരുത്തത്തിനായി, ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നാഥനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ബക്കറ്റ് പിരിവ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള കൈത്താങ് പദ്ധതിയിലേക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അത് നിയത്താക്കി നല്ല സംഖ്യകൾ അത് നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന ഓരോ സദഖകളെയും അവൻ്റെ അരികത്ത് സ്വീകാര്യമായ സദഖയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2024 നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. 2025 നമ്മൾ പ്രവേശിക്കുകയുമാണ്. ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നർത്ഥം. ഈ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചിന്തിക്കുകയും ചിന്തിക്കേണ്ടതുമായ സൂറ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചത്. 103-ാമത്തെ സൂറത്തുൽ അസ്ർ. ആ സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാലത്തെ തന്നെയാണ് സത്യം. അതിനുശേഷമുള്ള സൂറകളിൽ പിന്നീട് അല്ലാഹു സത്യം ചെയ്യുന്ന ആയത്തുകളെ കാണാൻ സാധിക്കില്ല. അതിനു മുമ്പുള്ള ഒരുപാട് സൂറകളിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം സത്യം ചെയ്യുന്നത് വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യനാണ് പരാജയം, മനുഷ്യൻ ഖുസ്റിനാണ്, പരാജയത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന പ്രസിദ്ധമായ സൂറ. ആ സൂറയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ്, അതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കാണാം. വശംസി വദുഹാഹാ, സൂറത്തുൽ ശംസ്. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹാ, അതിന്റെ പ്രഭ ചൊരിയുന്ന ദുഹാ സമയത്ത് തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ, ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹാ, ആ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയെ തന്നെയാണ് സത്യം. വസ്സമാ, ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹാ, അത് നിർമ്മിച്ച രീതിയെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തഹാഹാ, ഭൂമിയെയും ഈ ഭൂമിയെ പരത്തിയ ആ രീതിയെ തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹാ, ഹൃദയത്തെ തന്നെയാണ് സത്യം. അല്ലാഹു
സൂര്യനെ വിളിച്ചു, അതിന്റെ പ്രഭയെ വിളിച്ചു, അതിന്റെ പ്രധാനപ്പെട്ട സമയമാകുന്ന മഹാസമയത്ത് വിളിച്ചു, ചന്ദ്രനെ വിളിച്ചു, പകലിനെ വിളിച്ചു, രാത്രിയെ വിളിച്ചു. എല്ലാ സമയങ്ങളെയും എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും വിളിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നു, വൽ അസ്ർ, കാലത്ത് തന്നെയാണ് സത്യം. ഇതെല്ലാം നിലനിൽക്കുന്ന കാലം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ കാലമുണ്ടാകുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും കറങ്ങലും ഭ്രമണവും പരിക്രമണവുമാണല്ലോ സമയത്തെ നിയന്ത്രിക്കുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ബൈ ടൈം, സമയത്തെ തന്നെയാണ് സത്യം. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. നഷ്ടമില്ലാത്ത മനുഷ്യൻ ആരാണ്? കാലത്തെ വിളിച്ച് സത്യം പറഞ്ഞതിന്റെ ശേഷം നഷ്ടമില്ലാത്ത മനുഷ്യൻ ആരാണ്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവനാണ്, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, വതവാസൗ ബിൽ ഹഖ്, നന്മ ഉപദേശിക്കുകയും നന്മ ചെയ്തവനുമാണ്, വതവാസൗ ബിസ് സബ്ർ, ക്ഷമ നടത്തുകയും ക്ഷമയെ ഉപദേശിച്ചവനുമാണ്. ഇങ്ങനത്തെ ആളുകൾക്കാണ് വിജയമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നാം ആലോചിക്കുക, 2024 വിട പറയുന്നു. ഈ 2024 വിട പറയുന്ന നേരം 50 വയസ്സുള്ളവർ വിചാരിക്കേണ്ടത് ഞാൻ 50 വർഷം ജീവിച്ചു, ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്നല്ല. 60 വയസ്സുള്ളവൻ 30 വയസ്സുള്ളവൻ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹു തന്നിരിക്കുന്ന ആയുസ്സിൽ നിന്ന് 30 തീർന്നിരിക്കുന്നു. സപ്പോസ് ഒരു ഉദാഹരണം വിചാരിക്കൂ, 50 വയസ്സുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം, അല്ലാഹു വിധിച്ച ആയുസ് 51 ആണെങ്കിൽ മനുഷ്യ, നിന്റെ ആയുസ്സിലെ 50 തീർന്നിരിക്കുന്നു, ഇനി 1 മാത്രമേ ഉള്ളൂ. ഇതാണ് ചിന്തിക്കേണ്ടത്. ഓരോ കാലഘട്ടങ്ങളും ഓരോ വത്സരങ്ങളും നമ്മൾ കടന്നു വരുമ്പോൾ, ഓരോ കാലങ്ങളും ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ആലോചിക്കേണ്ടത്, എന്റെ റബ്ബ് എനിക്ക് തന്ന ആയുസ്സിൽ ഇതാ തീർന്നിരിക്കുന്നു. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ശംസ് പറഞ്ഞു, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല്, എല്ലാത്തിനെ വിളിച്ച് സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാ, ആരാണ് വിജയിച്ചവൻ? അതിനുള്ള ഉദാഹരണം അവനെ കുറിച്ച് പറയാം. ഖദ് അഫ്ലഹ മൻ സക്കാ, മനസ്സിനെ സംസ്കരിച്ചവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. അതെങ്ങനെ സംസ്കരിക്കുക? അതെങ്ങനെ നന്നാക്കുക? അതാണ് വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുന്നവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, വതവാസൗ ബിൽ ഹഖ്, നന്മ ചെയ്തവർ, നന്മ ചെയ്യാൻ ഉപദേശിച്ചവർ, വതവാസൗ ബിസ് സബ്ർ, ക്ഷമിച്ചവർ, ക്ഷമയെ ഉപദേശിച്ചവർ. ഖദ് അഫ്ലഹ മൻ സക്കാ, അങ്ങനെ സംസ്കരിച്ചവർ വിജയിച്ചിരിക്കുന്നു. തൊട്ടുടനെ പറഞ്ഞു, വഖദ് ഖാബ മൻ ദസ്സാ, വഖദ് ഖാബ മൻ ദസ്സാ, ഈ മനസ്സിനെ കളങ്കപ്പെടുത്തിയവൻ, ജീവിതത്തെ കളങ്കപ്പെടുത്തിയവൻ, ഹൃദയത്തെ കളങ്കപ്പെടുത്തിയവൻ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബി വര്യൻ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ നല്ലവൻ ആരാണ്? قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, മൻ ത്വാല ഉംറുഹു, ആയുസ് നീട്ടിക്കിട്ടിയവൻ, വഹസന അമലുഹു, അതിന്റെ കൂടെ അവന്റെ കർമ്മങ്ങളെ നന്നാക്കിയവൻ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. കുറെ കാലം ജീവിക്കുക എന്നതിലല്ലല്ലോ കാര്യം, ജീവിക്കുന്ന കാലം അത്രയും നന്മയിലാവുക എന്നതാണ്.
അല്ലാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. പിന്നെ ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, ഖാല അയ്യുന്നാസി ശർറുൻ, അല്ല നബിയെ, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. അവിടെ നബി തങ്ങൾ കൊണ്ടുവന്നത് നോക്കൂ, മൻ ത്വാല ഉംറുഹു, ആയുസ് ദീർഘിപ്പിച്ചവൻ, ധാരാളം വയസ്സ് കിട്ടിയവൻ, ധാരാളം കാലം ജീവിച്ചവൻ, പക്ഷെ വസാഅ അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മോശമാണ്, അധാർമികമായ പ്രവർത്തനങ്ങൾ ജീവിച്ചവനാണ്, നന്മയിൽ ജീവിക്കാത്തവനാണ്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് സ്വാദിഖുൽ മസ്തൂഖ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയുസ്സിന്റെ കൂടെ ചോദിക്കേണ്ടത്, പടച്ചോനെ കുറെ കാലം ജീവിക്കുക എന്നതിന്റെ കൂടെ ചോദിക്കേണ്ടത്, അത്രയും കാലം നിന്റെ മാർഗത്തിൽ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകണേ എന്നാണ്. അതിനാണ് നമ്മൾ തേടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലുള്ള കൃത്യമായ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വ്യക്തിയെക്കുറിച്ചും ചീത്ത വ്യക്തിയെക്കുറിച്ചും പറഞ്ഞത് മൻ ത്വാല ഉംറു, ആയുസ് ദീർഘിപ്പിച്ച ഒരാളെ കുറിച്ചാണ്. ആയുസ് ഒരുപാടുണ്ട്. ആ ആയുസ് നന്മയിലല്ലെങ്കിലോ ഈ 2024 ഇവിടെ പറയുന്നതിന്റെ മുമ്പ് നാം ആലോചിക്കേണ്ടതും അതാണ്. റബ്ബേ, ഞാൻ ഇത്ര കാലം ജീവിച്ചു, 30, 40, 50, 60, 80, 90, ഇത്രയും കാലം ഞാൻ ജീവിച്ചു. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്നിൽ നിന്ന് സംഭവിച്ചു പോയ എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് തരണേ റബ്ബേ. ഇനിയുള്ള കാലം നിന്റെ മാർഗത്തിൽ ജീവിക്കാൻ, ഈമാനിനായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്നാണ്. പടച്ചോനെ, എന്റെ ബിസിനസ് ഇതാ ഇവിടെ ഉയർച്ചയിലാണ്, ഇനിയും എന്റെ അക്കൗണ്ട് കൂട്ടിത്തരണേ എന്ന ചോദ്യത്തിന്റെ മുമ്പേ ഈ പള്ളിക്കാടിന്റെ ചുറ്റുഭാഗത്ത് കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യർ. ഞാൻ ഈ പള്ളിക്കാടിന്റെ കവർ ഇവിടെയുള്ള ഈ ഇതൊക്കെ വെട്ടിയിട്ടപ്പോ ചില കവറുകൾ അവിടെ കണ്ടപ്പോ ഞാൻ നമ്മുടെ കൂടെ പിറകിൽ നിൽക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു, 3-4 ആളുകളോട് ഞാൻ ചോദിച്ചു, ഇവിടൊക്കെ കവർ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അവരും കണ്ടിട്ടില്ല, അവരുടെ വല്യാപ്പമാരും കണ്ടിട്ടില്ല എന്നാണ്. 150 കൊല്ലം അല്ലെങ്കിൽ 180 കൊല്ലം മുമ്പ് കിടക്കുന്നവരാണ് ഈ പള്ളിയുടെ ഈ ഭാഗത്തുള്ളവർ. ഇങ്ങനെ കിടക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ നാളെ ഇതേ സ്ഥലത്ത് വരുമ്പോ വല്യാപ്പയാകുന്ന നമ്മൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാകുമ്പോൾ നമ്മുടെ അമലുകൾ നല്ലതാണെങ്കിൽ ഖബർ വെളിച്ചത്തിലാണ്, നമ്മൾ ചെയ്തത് തിന്മകളാണെങ്കിൽ ഖബർ നരകമാണ്. അല്ലാഹു ഈ ചുറ്റുഭാഗത്ത് മഹല്ലിൽ കിടക്കുന്ന എല്ലാവർക്കും അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗീയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നമ്മുടെ വല്യാപ്പമാർ, വലിയുമ്മമാർ, ഈ പള്ളിക്ക് സ്ഥലം കൊടുത്തവർ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഏതോ നാട്ടിൽ നിന്ന് വന്ന് കിടക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് عن أنس بن مالك رضي الله تعالى عنه. أنس رضي الله تعالى عنه ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, إذا استحلت أمتي خمسا فعليهم الثمار. എൻ്റെ സമൂഹം 5 കാര്യങ്ങളെ ഹലാലാക്കിയാൽ, കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ നിങ്ങളുടെ ചിന്ത കൊണ്ടുപോവുകയാണ്. 5 കാര്യം എൻ്റെ സമുദായം ഹറാമാണ് 5 കാര്യങ്ങൾ, പക്ഷെ എന്റെ സമൂഹം അതിനെ ഹലാലാക്കും. അങ്ങനെ ഹലാലാക്കിയാൽ അവർക്ക് നാശം, ആ സമൂഹത്തിന് നാശം, ആ മഹല്ലത്തിന് നാശം, ആ നാട്ടുകാർക്ക് നാശമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ശാപം, ശപിക്കൽ, മനുഷ്യർ പരസ്പരം തമ്മിൽ ശപിക്കുക, വിശ്വാസികളെ ശാപവാക്കുകൾ പറയുക, അങ്ങനെ പറയുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ സമുദായം നാശത്തിലേക്കാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചകളിലും അതിന്റെ തൊട്ട് മുമ്പുള്ളൊരു 3-4 വെള്ളിയാഴ്ചയിൽ നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഈ ഹദീസിന്റെ 1-ാമത്തെ പോയിന്റിലേക്ക് ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് കൊണ്ടുവരും. തലാഉൻ എന്റെ സമൂഹത്തിൽ വ്യാപിച്ചാൽ ഈ സമുദായത്തിൽ ഈ സമുദായം തകരും.
പിന്നെ പറഞ്ഞു മദ്യപാനം, ലഹരി, കള്ള്, അത് എന്തെല്ലാം പേരിൽ നമ്മുടെ നാടുകളിൽ വ്യാപകമാണോ അതെല്ലാം അത് സിന്തറ്റിക് ലഹരിയാകാം, പച്ചവെള്ളത്തിൽ നിന്നെടുത്ത ലഹരിയാകാം, ഗോതമ്പിൽ നിന്നെടുത്തതാകാം, പനക്കല്ലാകാം, തെങ്ങുകല്ലാകാം. ലഹരിയാണോ എന്റെ സമൂഹത്തിൽ അത് ഹലാലാക്കപ്പെട്ടാൽ അവർ നാശത്തിലേക്കാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പല പാർട്ടികളിലും, പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനുകൾ, ഇനി അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകില്ല. ഫംഗ്ഷൻ, തിന്നലും കുടിക്കലും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ആഘോഷ പാർട്ടികൾ. അത്തരം പാർട്ടികളിൽ എത്രയോ ഹാജിയാന്മാരുടെയും എത്രയോ ഉമറാക്കളുടെയും ഒക്കെ വീട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചറാണ്. ഹലാലായാൽ ഹറാമാണെന്ന് വിശ്വസിക്കുകയും ഹറാമാണെന്ന് കാണുന്നവന്റെ വീട്ടിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നാശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത് പഠിപ്പിച്ചു വലബിസുൽ ഹരീർ, പട്ട് ധരിക്കൽ. ആണിനെ സംബന്ധിച്ചിടത്തോളം പട്ട് ധരിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. അത് ധരിക്കുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ നൃത്തമാടുന്ന പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ വന്നാൽ, നൃത്തമാടുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ ഈ സമുദായത്തിന്റെ ഉള്ളിൽ, ഈ സമൂഹത്തിന്റെ ഉള്ളിൽ, ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ വന്നാൽ ആലോചിക്കൂ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മഹല്ലത്തിന്റെ കല്യാണത്തിന്റെ മാരേജ് സർട്ടിഫിക്കറ്റിന് കൊടുക്കുന്ന ആ ഫോമിന്റെ പിറകിൽ ചില നിയമങ്ങളുണ്ട്. വീട്ടിലെ മകളുടെ കല്യാണമാകുമ്പോഴും മകന്റെ കല്യാണമാകുമ്പോഴും പള്ളി പ്രസിഡന്റിനെയും സെക്രട്ടറിയും അനുബന്ധ ആളുകളെ വന്ന് കണ്ടത് വാങ്ങി പോകുമ്പോ അതിൽ ഒപ്പുവെക്കുന്നതിന്റെ ശേഷം അല്ലെങ്കിൽ അതിന്റെ മുമ്പൊക്കെയായി അതിന്റെ പിറകിൽ കുറച്ച് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഏത് വീട്ടിലെ കല്യാണത്തിനാണ് പെൺകുട്ടികൾ ഡാൻസ് കളിക്കാത്ത കല്യാണ വീടുകളുള്ളത്? ആലോചിക്കൂ. വയനാട്ടിലെ ഒരു സ്കൂളിൽ യൂണിഫോമിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് യൂണിഫോം പാന്റ് കുപ്പായമാക്കുന്നു എന്നതിന്റെ പേരിൽ നമ്മൾ സമരം നടത്തിയല്ലോ. പലയിടങ്ങളിലും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നമ്മൾ അതിനെതിരെ എഴുതിയല്ലോ. അവനവന്റെ വീട്ടിലെ എത്ര മക്കൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്? പിന്നെ നമ്മൾ സമരം നടത്തിയിട്ട് എന്താണ്? അവനവന്റെ വീട്ടിലെ സ്വന്തം മക്കളെ, സ്വന്തം പേരക്കുട്ടികളിൽ പോലും ഇത് കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാതെ നാട്ടിലെ ഏതെങ്കിലും സ്കൂളിൽ കാണുമ്പോൾ നമ്മളൊക്കെ സിന്ദാബാദ് ഓടിക്കാൻ എന്തർത്ഥമുണ്ട്? ആലോചിക്കൂ. അവനവന്റെ വീട്ടിൽ നിന്നല്ല ഇതൊക്കെ ആദ്യം മാറേണ്ടത്. അവനവന്റെ വീട്ടിലെ കല്യാണത്തിനല്ല ഇതൊക്കെ ആദ്യം മാറേണ്ടത്. നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളിയുടെ വീട്ടിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടാൽ നമ്മൾ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കണ്ടില്ലേ മുതലാളി എങ്ങനെ ചെയ്യും. പക്ഷെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഒരു മുതലാളി എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ല. ആ വീട്ടിൽ പോയി യഥേഷ്ടം ഭക്ഷണം കഴിച്ച് പോലും ചെയ്യും. എന്ത് നിലപാടാണ് നമുക്കുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത് പഠിപ്പിച്ചത് വത്തഖദുൽ ഖിയാൻ, ആടിപ്പാടി നടക്കുന്ന പെൺകുട്ടികൾ നാട്ടിൽ വളരുന്ന കാലം എത്തിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നാശമാണ്. പിന്നെ പഠിപ്പിച്ചു ഏറെ ചിന്തിക്കേണ്ട, ഞാൻ പലപ്പോഴായി ഹദീസ് കാണുമ്പോൾ ചിന്തിച്ചിരുന്നൊരു ഭാഗം കൂടിയാണ്. ആണ് ആണിനെ കല്യാണം കഴിക്കുകയും പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒരു കാലം, അഥവാ ഗേ സെക്സും ലെസ്ബിയനിസവും വളരുന്ന കാലം. അത് പറഞ്ഞാൽ പക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രായമുള്ള വല്യപ്പമാർക്ക് മനസ്സിലാക്കുമെന്ന് അറിയില്ല. ആണ് പെണ്ണ് കല്യാണം കഴിക്കുന്ന സിസ്റ്റം മാറി തുടങ്ങി. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു.
അങ്ങനെ ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് ഈ പ്രബുദ്ധ കേരളത്തിലെ വിഭാഗങ്ങൾ മാറുന്നു എന്ന് ആലോചിക്കുക. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇങ്ങനെ സംഭവിച്ചാൽ നാട്ടിൽ പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇത് വ്യാപിക്കുന്ന കാലം വന്നാൽ ഈ സമൂഹം നശിച്ചു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആയുസ് കഴിഞ്ഞു പോകുന്നു, ആയുസ് തീരുന്നു. അങ്ങനെ ചിന്തിക്കുക. ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങുക. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. ഓരോ പുതുവത്സരത്തെയും ആ സംവത്സരങ്ങളിൽ നിന്നും ആഘോഷത്തിലേക്ക്, അനാവശ്യമായ ആഘോഷത്തിലേക്ക് കൊണ്ടുപോകാതെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സമപ്രായക്കാരായ എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ വളരെ വിനീതമായി ഉറപ്പെടുത്തുന്നു, അത്തരം ആഘോഷങ്ങളിലേക്കൊന്നും പോകാതെ ആയുസ്സിനെ ആലോചിച്ച് നല്ല ചിന്തകളുമായി മുന്നോട്ട് പോകുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.